ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നാളെ രാജ്ഘട്ടിന് സമീപം നടക്കും. ഭൗതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് നാളെ രാവിലെ 9:30 പൊതുദർശനത്തിനായി എത്തിക്കും. രാജ്യം ദുഃഖാചരണത്തിലാണ്. ഡൽഹിയിലെ 3-ാം നമ്പർ മോത്തിലാൽ നെഹ്റു റോഡ് ബംഗ്ലാവിലേക്ക് മുൻ പ്രധാനമന്ത്രിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പ്രമുഖരെത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ JP നദ്ദ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, അങ്ങനെ നീണ്ട നിര. ഔദ്യോഗിക ബഹുമതികളുടെ ഭാഗമായി ശരീരത്തിൽ ത്രിവർണ്ണ പതാക പുതപ്പിച്ചു. പോരാട്ടങ്ങളെ മറികടന്ന് ഉയരങ്ങൾ കൈവരിക്കാം എന്ന് കാണിച്ച മൻമോഹന്റെ ജീവിതം ഭാവി തലമുറയ്ക്ക് ഒരു മാതൃകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സാമ്പത്തിക പ്രതിസന്ധിയിൽ കുടുങ്ങിയ രാജ്യത്തിന് ഒരു പുതിയ ദിശ നൽകിയത് അദ്ദേഹമാണെന്ന് അനുസ്മരിച്ചു. മൻമോഹൻ സിംഗിന്റെ സത്യസന്ധത എപ്പോഴും പ്രചോദനമായിരിക്കുമെന്ന് പ്രിയങ്ക ഗാന്ധി കുറിച്ചു. രാഷ്ട്രീയ ആക്രമണങ്ങൾക്കിരയായിട്ടും രാജ്യത്തെ സേവിക്കാനുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചുനിന്ന മൻമോഹൻ സിംഗ് സ്നേഹിക്കുന്നവർക്കിടയിലെന്നും തലയുയർത്തി നിൽക്കുമെന്നും പ്രിയങ്ക. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൻ, മാൽദീവ്സിന്റെ മുൻ പ്രസിഡന്റ് അബ്ദുള്ള ഷാഹിദ്, അഫ്ഗാനിസ്ഥാൻ മുൻ പ്രസിഡന്റ് ഹമീദ് കർസായ്, മലേഷ്യയുടെ മുൻ ഉപപ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, കാനഡയുടെ മുൻ പ്രധാനമന്ത്രി സ്റ്റീവൻ ഹാർപ്പർ, അങ്ങനെ ലോക നേതാക്കളുടെ ഒരു നീണ്ട നിര മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം മൻമോഹൻ സിംഗ് രാജ്യത്തിനു നൽകിയ സംഭാവനകളെ അനുസ്മരിച്ച് അനുശോചന പ്രമേയം പാസാക്കി. നാളെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ന്യൂസ് ഡെസ്ക്, News 18.